ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം മർക്കോസ് സുവിശേഷം 9:35. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണമെന്ന് പറഞ്ഞു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് വലിയവനാകുവാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ അവൻ എളിമയുള്ളവനാകണമെന്നാണ്. തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന് വാദിച്ച ശിഷ്യന്മാർക്കുള്ള മറുപടിയാണ് കർത്താവ് പറയുന്നു, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷക്കാരനുമാകണമെന്ന്. യേശുക്രിസ്തുവാണ് നമുക്ക് മാതൃക. നമ്മുടെ കർത്താവ് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രയും വന്നത്. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ മുൻഗണന ലഭിക്കുവാനുള്ള ഏക മാർഗം താഴ്മയും സൗമ്യതയും ഒരുവൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആത്മീയ നേതൃത്വത്തിലേക്ക് ഒരുവൻ എത്തിപ്പെടാനുള്ള വഴി എന്നുള്ളത് സേവന മനോഭാവമാണ്. അധികാരവും പദവിയും തേടിയുള്ള മാനുഷിക പ്രവർത്തനങ്ങൾ ദൈവരാജ്യ നിയമങ്ങൾക്കെതിരാണ്. എല്ലാവരിലും ഒടുക്കത്തവൻ എന്നുള്ളത് ഒരു ശിശുവിൻ്റെ എളിമയുള്ള മനോഭാവം സ്വീകരിക്കുക എന്നുള്ളതാണ്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് താഴ്മയും സേവന മനോഭാവവുമാണ്. സ്വാർത്ഥമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അധികാരത്തിനും പദവിക്കും വേണ്ടി ഏത് തരത്തിലുള്ള നീചപ്രവൃത്തികളിലും ഇടപെടുന്നവർക്ക് ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകിയ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി നമുക്ക് മാതൃകാ പുരുഷനായി തീർന്നു. പ്രിയ ദൈവവേദനയിലെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരങ്ങൾ തേടുകയും താഴ്മ ധരിച്ചുകൊണ്ട് എളിമയുള്ള സ്ഥാനം തിരഞ്ഞെടുക്കുകയുമാണ് വേണ്ടത്. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് us all.